എത്രമാത്രം തെറ്റിപ്പോയിട്ടും എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും തിരിച്ചു വരാത്ത തൻ്റെ മക്കളെ ഒരു കാരണവശാലും മറ്റുള്ളവർ കുറ്റം പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത മാതാപിതാക്കൾ, എൻ്റെ മക്കളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ചൂടാകുന്ന മാതാപിതാക്കൾ, അവർ ചെയ്യണത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അത് ഈ മക്കളോട് ഒരു തരി പോലും ദേഷ്യം കാണിക്കാതെ അവരിങ്ങനെ ചേർത്ത് പിടിക്കണത് ഈ പറഞ്ഞ സ്നേഹം കൊണ്ടായിരിക്കില്ലേ? കുടുംബം എടുത്ത് നോക്കിക്കോ. ഒരുപാട് ഇത് നമ്മളെ വെറുക്കുന്നവരെ, നമ്മളെ വേദനിപ്പിക്കുന്നവരെ ഒരു വാക്കുപോലും പരാതി പറയാതെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ കാണാൻ പറ്റും. അവിടെ നിന്നുകൊണ്ട് വേണം കർത്താവിൻ്റെ ചോദ്യം ഒന്നുകൂടെ ആവർത്തിച്ച് കേൾക്കാനായിട്ട്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കാനാണെങ്കിൽ അതിലെന്ത് മേന്മയാണുള്ളത്? കർത്താവ് ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടെയൊക്കെ മേന്മയുള്ള സ്നേഹമാണ്. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു ഡിമാൻഡ് വെച്ചുള്ള സ്നേഹമല്ല, ഒരു കണക്ക് വെച്ചിട്ടുള്ള സ്നേഹമല്ല, പരാതി പറയണ സ്നേഹമല്ല, മേന്മയുള്ള സ്നേഹം, മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന സ്നേഹം. ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് മറ്റുള്ളവർ ചോദിച്ചു പോകുന്ന സ്നേഹം കുടുംബത്തിൽ പറ്റാതെ പോകുന്നുണ്ടല്ലോ പലപ്പോഴും. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗത്തിൻ്റെ വിശുദ്ധമായ സ്നേഹം കൊണ്ട് ആശീർവദിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. അന്ത്യത്താഴവേളയിൽ അവൻ തൻ്റെ ശരീരം മുറിച്ച് വിളമ്പുന്നത് ആർക്കൊക്കെയാണെന്നൊന്ന് നോക്കണം. നാളെ തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവന് ആദ്യത്തെ അപ്പം, അതിനുശേഷം തന്നെ തള്ളിപ്പറയുന്നവനും തന്നെ ഒറ്റയ്ക്കാക്കി വിട്ട് ഓടിപ്പോകുന്നവർക്കും ഒരു പരാതിയും പറയാതെ, ഞാൻ ഇത്രയും സ്നേഹിച്ചതല്ലേ എന്ന് പറഞ്ഞ് കണക്ക് വയ്ക്കാതെ സ്വന്തം ജീവനിങ്ങനെ മുറിച്ചു നൽകുന്ന വിശുദ്ധമായ സ്നേഹത്തെക്കുറിച്ചാണ്, മേന്മയുള്ള സ്നേഹത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെങ്കിലും അതുണ്ടാവണ്ടേ എന്ന്. പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ പോരല്ലോ, അവർക്ക് കുറ്റങ്ങളുണ്ടെങ്കിൽ, കുറവുകളുണ്ടെങ്കിൽ, എന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് ഇങ്ങനെ പരാതി പറയാതെ ചേർത്ത് പിടിച്ച് ഇനി എന്നാണ് നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, അവിശുദ്ധമായ സ്നേഹം പഠിച്ചു തുടങ്ങുന്നത്? കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന വലിയ അപേക്ഷയോടുകൂടെ അവിശുദ്ധമായ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് സ്നേഹം തന്നെയായ കർത്താവിൻ്റെ തിരുമുൻപിൽ നമുക്ക് ആശീർവാദത്തിനായി മുട്ടിന്മേൽ നിൽക്കാം.